ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക ക്രിക്കറ്റിന്റെ ഓരോ നിമിഷങ്ങളും ഈ ചാനലിലൂടെ. നിങ്ങൾ കൂടെയുണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ടീമില് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. വിരമിക്കല് പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയുടെ സ്ഥാനത്താണ് ഇപ്പോൾ സഞ്ജു കളിക്കുന്നത്. അവസാനം ഇന്ത്യയ്ക്കായി കളിച്ച 5 ട്വന്റി മത്സരങ്ങളിൽ 3 സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയെടുത്തത്. ഈ ഫോം നിലനിർത്താനായാൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ താരത്തിന് അവസരം കിട്ടും എന്നാണ് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിനുവേണ്ടി കളിക്കുന്ന സഞ്ജു ആ മികവ് കാട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മറ്റുള്ളവർ തങ്ങളുടെ കഴിവ് പുറത്തെടുക്കുമ്പോൾ സഞ്ജു വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ട്വന്റിയിൽ യുവതാരം യശസ്വി ജയ്സ്വാൾ തന്റെ സ്ഥാനം സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ആരാണ് ജയ്സ്വാളിനൊപ്പം ഓപ്പൺ ചെയ്യുക എന്നതാണ് തീരുമാനിക്കേണ്ടത്. രോഹിത് ശർമ്മയുടെ പൊസിഷനിലാണ് ഇപ്പോൾ സഞ്ജു കളിക്കുന്നത്. എന്നാൽ സഞ്ജുവിന്റെ ഈ സീറ്റ് തട്ടിയെടുക്കാൻ നിലവില് ഇന്ത്യൻ യുവതാരങ്ങൾ കഠിനപ്രയത്നം നടത്തുന്നുണ്ട്. ഇഷാൻ ഉൾപ്പെടെയുള്ളവർ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അഭിഷേക് ശർമ്മ കാഴ്ചവെച്ച പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുന്നു. 28 പന്തിൽ 106 റൺസ് എന്നത് ഏത് താരത്തിന്റെയും സ്വപ്നമാണ്. 11 സിക്സറും 8 ഫോറും അടങ്ങിയ ഈ ഇന്നിംഗ്സ് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ട്വന്റി സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരിൽ ഒരാളാക്കി. അഭിഷേക് ശർമ്മയുടെ ഈ മികച്ച പ്രകടനം ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനത്തേക്കുള്ള മത്സരത്തെ കൂടുതൽ രസകരമാക്കിയിരിക്കുന്നു. ഇതിനകം യശസ്വി ജയ്സ്വാൾ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ എന്നിവർക്കിടയിൽ ആര് യശസ്വിക്കൊപ്പം ഓപ്പൺ ചെയ്യുമെന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു. ഇന്ത്യൻ ടീമിന് ഗുണം. ഇത്രയും മികച്ച താരങ്ങൾ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇന്ത്യൻ ടീമിന് ഗുണകരമാണ്. സഞ്ജു സാംസണിന് തന്റെ സ്ഥാനം നിലനിർത്താൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. ഇംഗ്ലണ്ടിനെതിരായ അടുത്ത പരമ്പരയിലെ സഞ്ജുവിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കും. സഞ്ജുവിന് എന്തു ചെയ്യാം? ഫോം നിലനിർത്തുക. തന്റെ മികച്ച ഫോം നിലനിർത്തുകയാണ് സഞ്ജുവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ കൂടുതൽ വൈവിധ്യമാർന്ന ഷോട്ടുകൾ ഉൾപ്പെടുത്തുക. കൂടുതൽ ആക്രമണാത്മകമായി കളിക്കുക. ട്വന്റി ഫോർമാറ്റിൽ കൂടുതൽ ആക്രമണാത്മകമായി കളിക്കാൻ ശ്രമിക്കുക. അഭിഷേക് ശർമ്മയുടെ ഈ മികച്ച പ്രകടനം അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലെ സ്ഥിരം അംഗമാക്കിയേക്കാം. എന്നാൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം തന്റെ ഈ ഫോം നിലനിർത്തിയാൽ മാത്രമേ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി കളിക്കാൻ സാധിക്കൂ. സഞ്ജു സാംസൺ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ആരായിരിക്കണം?